ഹലോ ഹായ് ഡിയേഴ്സ്. പക്കാവട എല്ലാവരുടെയും ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ഐറ്റം അല്ലേ? ഇന്ന് നമ്മൾ പക്കാവട ഉണ്ടാക്കാനായിട്ട് പോവുകയാണ്. വളരെ സിമ്പിളായിട്ട് നമുക്ക് വീട്ടിൽ തയ്യാറാക്കിയെടുക്കാം. പിന്നെ ഇത് സാധാ പക്കാവടയല്ല കേട്ടോ, ഇതിനകത്ത് കുറച്ച് ഇൻഗ്രീഡിയൻസ് ചേരുന്നുണ്ട് അതിൻ്റെ ടേസ്റ്റ് കുറച്ചും കൂടെ നല്ല സ്റ്റൈലാക്കാനായിട്ട്. അപ്പോൾ പക്കാവടയുടെ വീഡിയോയിലേക്ക് നമുക്ക് പോകാം. പോകുന്നതിന് മുമ്പ് ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യാൻ മറക്കണ്ട, ഓൾ എന്ന ഓപ്ഷൻ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. വെൽക്കം ടു ജുവൽ ബേബീസ് വേൾഡ്. കടയിലൊക്കെ കിട്ടുന്ന പോലുള്ള ഇതുപോലെ നല്ല റിബൺ പക്കവട നമുക്ക് വീട്ടിൽ തയ്യാറാക്കാം സിമ്പിളായിട്ട്. അപ്പോൾ എങ്ങനെയാണെന്ന് നോക്കാം. ഒരു ബൗളിലേക്ക് ഞാനിവിടെ കടലമാവാണ് എടുത്തിരിക്കുന്നത്. കടലമാവ് 2 കപ്പാണ് എടുത്തിരിക്കുന്നത്. നമുക്ക് 1 കപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. അതുപോലെ ഇതിനകത്തേക്ക് 1 കപ്പ് അരിപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. വറുത്ത് വെച്ചിട്ടുള്ള അരിപ്പൊടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ 2 കപ്പ് കടലമാവിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ 1 കപ്പ് കടലമാവോ 1 കപ്പ് അരിപ്പൊടിയോ ചേർത്ത് കൊടുക്കാം. അപ്പോൾ കടലമാവിൻ്റെ ആ ഒരു ചെറിയൊരു കുത്തൊരു രുചിയില്ലേ, ആ ഒരു രുചി മാറാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അരിപ്പൊടി കൂടി ചേർക്കുന്നത്. അത് മാത്രമല്ല, അരിപ്പൊടി ചേർക്കുമ്പോൾ നല്ല പോലെ പൊളച്ച് വരാനും ചാൻസ് ഉണ്ട്. അപ്പോൾ ഇനി നമുക്കിതിലേക്ക് ഞാനിവിടെ ഒരു ഇൻഗ്രീഡിയൻറ്റ് ചേർത്ത് കൊടുക്കുന്നത് ബട്ടറാണ് കേട്ടോ. ഈ ബട്ടർ നമുക്ക് ഈ പൊടിയിലേക്ക് ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം. ആദ്യം തന്നെ ഈ ബട്ടർ ചേർക്കുന്നത് ഒരു ഓപ്ഷണലാണ് കേട്ടോ, പക്ഷെ നല്ലൊരു മയം കിട്ടാനും പിന്നെ ഒരു രുചി വ്യത്യാസത്തിനും എല്ലാം നല്ലതാണ് ഈ ബട്ടർ ചേർക്കുന്നത്. അപ്പോൾ ബട്ടർ വേണമെങ്കിൽ മാത്രം ചേർത്താൽ മതി. ബട്ടർ ചേർത്തില്ല എന്ന് വിചാരിച്ചും കുഴപ്പമില്ല, പക്ഷെ ബട്ടർ ചേർത്ത് കഴിഞ്ഞാൽ ഒരു മയം കിട്ടാനും ആ മാവ് നല്ലൊരു മയം കിട്ടാനും എല്ലാം നല്ലതാണ്. ബട്ടർ ഇതിനകത്തെല്ലാം നല്ലതുപോലെ ആയി കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് വെളുത്തുള്ളി കൂടി ചേർത്ത് കൊടുക്കാം. വെളുത്തുള്ളി ഞാനിവിടെ ഒരു 3-4 വെളുത്തുള്ളി അരച്ചതാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ നമുക്ക് കുറച്ച് മസാലപ്പൊടി ഇടാം. ഞാനിവിടെ ഗരം മസാല പൗഡറാണ് എടുത്തിരിക്കുന്നത്. ഗരം മസാല പൗഡർ ഇല്ലാത്തവർ പെരിഞ്ജീരകത്തിൻ്റെ പൊടി ഇട്ടാലും മതി. പിന്നെ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം, ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. പിന്നെ നമുക്ക് കാശ്മീരി ചില്ലി പൗഡർ ഇട്ട് കൊടുക്കാം കേട്ടോ, അതാകുമ്പോൾ നല്ല കളറ് കിട്ടും. കാശ്മീരി ചില്ലി പൗഡർ നമുക്കൊരു 2 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം. പിന്നെ ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് കായപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം. കായപ്പൊടി ഞാനിവിടെ 1/2 ടീസ്പൂണാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ടേസ്റ്റ് വ്യത്യാസത്തിനനുസരിച്ച് നമുക്ക് വേണമെങ്കിൽ ഈ ഇട്ടിരിക്കുന്ന കൂട്ടുകളിലെല്ലാം മാറ്റം വരുത്താം കേട്ടോ. മസാലയുടെ ആ ഒരു ടേസ്റ്റ് കുറച്ചും കൂടെ വേണമെന്നുള്ളവർക്ക് കുറച്ചും കൂടെ മസാല ഇട്ട് കൊടുക്കാം. പെരിഞ്ജീരകം മസാല ഇട്ട് കൊടുക്കാം, അല്ലാതെ നമ്മൾ വീട്ടിൽ തന്നെ പൊടിച്ച് വെക്കുന്ന മസാല ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഗരം മസാലയാണ് ചേർത്തിരിക്കുന്നത്. ഇനി ഈ എല്ലാ പൊടികളും കൂടി നമുക്ക് നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. അതിനൊപ്പം തന്നെ നമ്മൾ ആദ്യം ചേർത്തിരിക്കുന്ന ബട്ടറും എല്ലാം നന്നായിട്ട് മിക്സായി കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് വെള്ളം ചേർത്ത് കുഴച്ച് കൊടുക്കുക. അപ്പോൾ അല്പാൽപമായിട്ട് വെള്ളം ചേർത്ത് കുഴച്ചെടുത്താൽ മതി കേട്ടോ. ഒറ്റയടിക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കണ്ട. കുറച്ച് വെള്ളം ഒഴിച്ചതിന് ശേഷം നമുക്ക് കുഴച്ച് മയപ്പെടുത്തി നമ്മുടെ ചപ്പാത്തി മാവിനേക്കാൾ സോഫ്റ്റ് ആയിട്ടുള്ളൊരു പരുവാണ് നമുക്ക് കിട്ടേണ്ടത്. ആ പരുവത്തിൽ നമുക്ക് മാറ്റിയെടുക്കാം. നല്ലതുപോലെ കുഴഞ്ഞ് വന്നിട്ടുണ്ട്. ഈ ബട്ടർ ചേർത്ത് കൊടുക്കുന്നത് കൊണ്ട് നല്ല മയമാണ് കേട്ടോ. ഈ ബട്ടർ നമ്മൾ ചേർക്കുമ്പോൾ കട്ടയായിട്ടുള്ള ബട്ടർ അല്ലാതെ ഇപ്പോൾ ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് വെച്ചിട്ട് അത് കുറച്ച് നേരം റൂം ടെമ്പറേച്ചറിൽ ഇരുന്നതിന് ശേഷം ചേർക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ അത് കുഴഞ്ഞ് കിട്ടും. ഇതുപോലെ മാവ് കുഴഞ്ഞ് നമുക്ക് ഒരൊറ്റ ഇതായിട്ട് കിട്ടും. നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്, കണ്ടോ? ഇനി നമുക്ക് സേവാനാഴി എടുക്കാം. ഇതിൻ്റെ പക്കാവടയുടെ ചില്ലാണ് എടുത്തിരിക്കുന്നത്. ഇതുപോലത്തെ 2-3 ഇത് പക്കാവടയുടെ ഈ കോളമുള്ള ടൈപ്പ്, അതായത് ആ ഡിസൈനുള്ള ടൈപ്പ് ഉണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് ചെറിയ ഉരുളകളാക്കി വെച്ചിരിക്കുന്ന പക്കാവടയ്ക്കുള്ള മാവ് നമുക്ക് ചേർത്ത് കൊടുക്കാം. സേവാനാഴിയിലേക്ക് മാവ് ഇടുന്നതിന് മുമ്പ് കുറച്ച് എണ്ണയോ അല്ലെങ്കിൽ കുറച്ച് ബട്ടറോ ഇതിൻ്റെ ഉള്ളിലൊന്ന് തേച്ച് കൊടുക്കുകയാണെങ്കിൽ അധികം മാവ് പുറത്തേക്ക് മുകൾ ഭാഗത്തേക്ക് പൊങ്ങി വരില്ല കേട്ടോ. ഇനി സേവാനാഴിയുടെ ആ മുകളിലുള്ള അടപ്പും കൂടെ നമുക്ക് വെച്ചതിന് ശേഷം അത് നല്ലതുപോലെ സെറ്റാക്കി വെക്കാം. ഈ സമയം കൊണ്ട് നമുക്ക് സ്റ്റൗവിൽ പാനോ അല്ലെങ്കിൽ ഞാനിവിടെ ഉരുളിയാണ് വെച്ചിരിക്കുന്നത്, കുറച്ച് കൂടുതൽ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ടാണ്. ആവശ്യത്തിന് വെളിച്ചെണ്ണ നമുക്ക് ചേർത്ത് കൊടുക്കാം. വെളിച്ചെണ്ണയോ അല്ലെങ്കിൽ വെജിറ്റബിൾ ഓയിലോ ചേർക്കാം കേട്ടോ. ഞാനിവിടെ കുറച്ച് വെളിച്ചെണ്ണ ചേർത്തു, അതിനൊപ്പം തന്നെ കുറച്ച് വെജിറ്റബിൾ ഓയിലും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഏത് ഓയിലായാലും പ്രശ്നമല്ല, പക്ഷേ ഈ മിക്സ് ചെയ്ത് ഓയിലിടുമ്പോൾ ഒരു ചെറിയ പ്രശ്നമുണ്ട്. അത് ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ നമ്മുടെ പക്കാവട തിളച്ച എണ്ണയിലേക്ക് നമുക്ക് ചുറ്റിച്ചിട്ട് ഇട്ട് കൊടുക്കുക. ഒരെണ്ണത്തിൻ്റെ മുകളിലായിട്ട് ഇടാതെ നമ്മൾ ചുറ്റിച്ചെടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് വറുത്ത് കിട്ടും കേട്ടോ. അതുപോലെ എണ്ണ കുറച്ചും കൂടെ കൂടുതൽ ഒഴിക്കുകയാണെങ്കിൽ, ഞാനിപ്പോൾ ആവശ്യത്തിന് എണ്ണയാണ് ഒഴിച്ചിട്ടുള്ളൂ, കുറച്ചും കൂടെ കൂടുതൽ എണ്ണയാണെങ്കിൽ മുങ്ങി അത് നല്ല പെട്ടെന്ന് തന്നെ പൊരിഞ്ഞ് കിട്ടാനായിട്ടുള്ള ചാൻസ് ഉണ്ട്.
ഞാൻ ആദ്യം പറഞ്ഞില്ലേ 2 എണ്ണയും കൂടെ മിക്സ് ചെയ്തപ്പോൾ ഇതുപോലെ പത വന്നു. അപ്പോൾ അതുകൊണ്ട് 2 എണ്ണയും കൂടെ മിക്സ് ചെയ്യാതിരിക്കുക നല്ലത്. അപ്പോൾ വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കുന്നതെങ്കിൽ വെളിച്ചെണ്ണ, അല്ലെങ്കിൽ വെജിറ്റബിൾ ഓയിലാണെങ്കിൽ വെജിറ്റബിൾ ഓയിൽ. അപ്പോൾ അങ്ങനെ ഒരെണ്ണ മാത്രം യൂസ് ചെയ്താൽ മതി കേട്ടോ. അങ്ങനെയാകുമ്പോൾ നമുക്ക് കാണാനൊക്കെ പറ്റുന്നത്. ഇപ്പോൾ കാണാൻ പറ്റില്ലെന്നേ ഉള്ളൂ, വേറെ രുചിക്കുറവോ പ്രശ്നങ്ങളോ ഒന്നും ഇല്ല കേട്ടോ. അപ്പോൾ നല്ലതുപോലെ ഒരു വശം മുരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അപ്പുറത്തെ വശത്തേക്ക് മറിച്ചിടാം. അപ്പോൾ ഇത് പെട്ടെന്ന് തന്നെ, ഈ പക്കാവട പെട്ടെന്ന് തന്നെ 2 വശവും മുരിഞ്ഞ് കിട്ടും. അതുകൊണ്ട് അത് നോക്കി വേണം കേട്ടോ ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ പെട്ടെന്ന് കറുത്തു പോകാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു 1/4 ഭാഗം ആകുമ്പോഴേക്കും തന്നെ നമുക്ക് ഇത് എടുക്കാം, അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ 2 വശവും കളറ് മാറാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. അതുപോലെ മാവ് കുഴയ്ക്കുന്ന സമയത്ത് നമ്മൾ ഒരല്പം കളർ ഒരു റെഡ് കളറോ അങ്ങനെ എന്തെങ്കിലും നമ്മുടെ ഓർഗാനിക് കളേഴ്സ് ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ നല്ല കളർഫുൾ ആയിട്ടുള്ള പക്കാവട കിട്ടും. ഇതിപ്പോൾ റെഡ് ചില്ലി, കാശ്മീരി റെഡ് ചില്ലി ആയതുകൊണ്ടാണ് നമുക്ക് നല്ല കളറിന് കിട്ടിയിരിക്കുന്നത്. അല്ലെങ്കിൽ വേണമെങ്കിൽ കുറച്ചും കൂടെ കളർ വേണമെങ്കിൽ ഫുഡ് കളർ ചേർത്ത് കൊടുത്താൽ മതി. 2 വശവും നമുക്ക് നന്നായിട്ട് മുരിച്ചെടുക്കാം കേട്ടോ. ഒന്നിടയ്ക്ക് കടിച്ച് നോക്കുവാണെങ്കിൽ ഇതിൻ്റെ ആ ഒരു ക്രിസ്പിനെസ് നമുക്ക് മനസ്സിലാവും. നമുക്ക് ആ തവി കൊണ്ട് എടുക്കുമ്പോൾ തന്നെ ആ നല്ല ക്രിസ്പായിട്ടുള്ള അറിയുമ്പോൾ തന്നെ നമുക്ക് എടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഏകദേശം 2 വശവും മുരിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കത് കോരിയെടുക്കാം. കോരി എടുക്കുന്നതിന് തൊട്ട് മുമ്പായിട്ട് നമുക്ക് ഇതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. നല്ല ടേസ്റ്റും അതുപോലെ തന്നെ നല്ലൊരു സ്മെല്ലും ആയിരിക്കും കറിവേപ്പില ഇട്ട് കൊടുക്കുമ്പോൾ. കറിവേപ്പില കൂടി ശരിയാകുന്നതോടെ നമുക്കിത് കറക്റ്റായിട്ട് കോരി എടുക്കാനുള്ളൊരു പരുവാകും. നല്ലൊരു കിരികിരിപ്പ് തന്നെ നമുക്ക് അത് ഓരോന്നും ഇങ്ങനെ എടുക്കുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും. അതാണ് ഇതിൻ്റെ ഒരു കറക്റ്റ് പാകം. ഇനി നമുക്ക് മറ്റൊരു പാത്രത്തിലേക്ക് കോരി എടുത്ത് വയ്ക്കാം. അപ്പോൾ നമ്മുടെ പക്കാവട റെഡി ആയി കഴിഞ്ഞു. സിമ്പിളായിട്ട് തന്നെ നമുക്ക് വീട്ടിലുണ്ടാക്കി എടുക്കാനായിട്ട് പറ്റും. അതിൻ്റെ പാകം ഒന്ന് തെറ്റാതെ നമ്മൾ എടുത്താൽ മാത്രം മതി. കടയിൽ കിട്ടുന്ന പോലുള്ള നല്ല സൂപ്പർ പക്കാവട പെട്ടെന്ന് തന്നെ ഇതുപോലെ നമുക്ക് തയ്യാറാക്കി എടുക്കാം കേട്ടോ. ഇതിനകത്ത് ഇടുന്ന മസാലയെല്ലാം നമുക്ക് കുറച്ചും കൂടെ എരിവൊക്കെ വേണമെന്നുള്ളവർക്ക് വേണമെങ്കിൽ കുറച്ചും കൂടെ മസാലയെല്ലാം ചേർത്ത് കൊടുക്കാം കേട്ടോ. മസാലയും എരിവും ഉപ്പും എല്ലാം നിങ്ങളുടെ ആവശ്യത്തിന് കുറച്ചും കൂടെ ചേർത്ത് കൊടുക്കാം. ഇത് റെഡി ആയി കഴിഞ്ഞ് നമ്മുടെ പക്കാവട, റിബൺ ടൈപ്പ് പക്കാവട. വീഡിയോ ഒക്കെ എല്ലാവരും കണ്ടല്ലോ. ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യാൻ മറക്കണ്ട. ഓൾ എന്ന ഓപ്ഷൻ. വളരെ ടേസ്റ്റ് ആയിട്ടുള്ള പക്കാവടയായിരുന്നു കേട്ടോ. അതിനകത്ത് ചേർന്നിരിക്കുന്ന ആ ബട്ടറും ഒക്കെയാണ് അതിൻ്റെ കുറച്ചും കൂടെ ടേസ്റ്റ് വർദ്ധിപ്പിക്കാനായിട്ട് ഉള്ള ഏറ്റവും നല്ലൊരു ഘടകം എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇതേ സ്റ്റൈലിൽ നല്ല ക്രിസ്പി ആയിട്ടുള്ള അടിപൊളി ടേസ്റ്റുള്ള നല്ല സ്മെല്ലുള്ള പക്കാവട നമുക്ക് റെഡിയാക്കി എടുക്കാനായിട്ട് പറ്റും. വളരെ സിമ്പിളായിട്ട് നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാനും പറ്റും. വയറ് നിറയെ കഴിക്കാം കറുമുറു പക്കാവട. അപ്പോൾ വീണ്ടും നല്ല വീഡിയോസുമായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ഇറ്റ്സ് മീ ജ്വൽ ബേബി സൈനിങ് ഓഫ്. ബൈ.